ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വാവരുസ്വാമിയെ അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് ശബരിമലയെ വിവാദ കേന്ദ്രമാക്കാൻ RSS അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വിശ്വാസ സംരക്ഷണ യാത്രകൾ സമാപിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. പക്ഷേ അപ്പോഴും BJP ആവശ്യപ്പെടുന്നതിൽ CBI അന്വേഷണം ആവശ്യമാണ് എന്നാണ്. ഒരു ഭാഗത്ത് ബീഫും പൊറോട്ടയും അതിൽ വർഗീയത കലർത്തിക്കൊണ്ട് ശബരിമലയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന് പറയുന്നു. മറുഭാഗത്ത് മുഖ്യമന്ത്രി RSS വീണ്ടും ശബരിമലയെ ഒരു വിവാദ കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശനമാണ് ഇന്ന് ഉന്നയിക്കുന്നത്. P. ശ്യാംരാജ്. അരുൺകുമാറെ, ഈ വാവരുസ്വാമിയാണോ വാപരസ്വാമിയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട ഇടങ്ങളിൽ ഞങ്ങൾ പറഞ്ഞോളാം. ഇപ്പൊ തൽക്കാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ നിന്ന് കട്ട സ്വർണത്തിന്റെ കണക്ക് ജനങ്ങളോട് പറയട്ടെ. അതിനുശേഷം അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കടക്കാം. ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഈ ഒരു ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കാണാതായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആരാണ്? ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റോടെ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് തന്നെയാണെന്നുള്ളതാണ്. ഇത് ഇപ്പൊ അരുൺകുമാറൊക്കെ പറഞ്ഞു നോക്കൂ, അവർക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാന്ന് തോന്നും. ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താ? കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാര്, ഇവരുടെ നേതാക്കന്മാര് ഇവരെ തൊടാത്ത രീതിയിലുള്ള ഒരു അന്വേഷണം ഇപ്പൊ പറച്ചിലേട്ടവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ബാക്കിയുള്ള ദേവസ്വം പ്രസിഡന്റിനെയും ദേവസ്വം മന്ത്രിയെയും ദേവസ്വം മെമ്പർമാരെയൊക്കെ മയക്കി കിടത്തിയിട്ട് ഈ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞാണെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിഷയം തുടങ്ങുന്നത് 2019 2019 ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള, അതായത് സ്വർണം പൊതിഞ്ഞിട്ടുള്ള വാതിൽ പാളികള് ഒന്നുകൂടി റിപ്പയർ ചെയ്യണമെന്നുള്ള ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ആ റിപ്പോർട്ട് അത് ഒറ്റയടിക്ക് തന്നെ സ്വർണമല്ല ചെമ്പാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത് N. വാസു എന്ന് പറയുന്ന ഇവരുടെ നേതാവല്ലേ? ഈ N. വാസു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെയും അന്നത്തെ ദേവസ്വം മന്ത്രിയുടെയൊക്കെ ഒക്കെ ചങ്ങായി ആയിരുന്നില്ലേ? അതിനുശേഷം ഇവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെയായിട്ടുള്ള A. പത്മകുമാർ, അദ്ദേഹമായിരുന്നില്ല ഇതിന് പെർമിഷൻ കൊടുത്തത്? അദ്ദേഹമായിരുന്നില്ല ആ കാലഘട്ടത്തിലെ ദേവസ്വം പ്രസിഡന്റ് എന്ന് പറയുന്നത്? ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഈ ഒരു കൂട്ടുകച്ചവടം ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് തന്നെ ആവാൻ സാധ്യതയുണ്ടെന്നേ. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴയ ആ സമയത്ത് കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ പോലുള്ള ആളുകൾ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറഞ്ഞു കൊടുത്തിട്ട് വരുന്ന മൊഴികളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ അതിന്റെ 1-2 ഉദാഹരണങ്ങൾ കൂടി പറയാം. ഇവിടെ ദേവസ്വം വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെയും അതോടൊപ്പം തന്നെ വാതിൽപ്പാളികളിലെയും പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികള് ഒരുക്കിയെടുത്തപ്പോൾ കിട്ടിയത് 989 വരുന്ന ഗ്രാമാണെന്നാണ്. പക്ഷേ ദേവസ്വം അവസരങ്ങൾ തന്നെ പറയുന്നു 1564 ഗ്രാം UB ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ബാക്കി വരുന്ന 600 ഗ്രാമോളം എവിടെ പോയി? ഇനി നിങ്ങൾ മാധ്യമങ്ങൾ, നിങ്ങളുടെ റിപ്പോർട്ടർ അടക്കമുള്ള ആളുകൾ ആദ്യം ചെയ്തൊരു വാർത്തയുണ്ട്. ഈ UB ഗ്രൂപ്പിന്റെ അമാൽഗമേഷൻ വിദഗ്ധൻ, അതായത് സ്വർണത്തിന്റെ വിദഗ്ധൻ, എറണാകുളത്ത് നിന്നുള്ള ഒരു സെന്തിൽനാഥ്, അദ്ദേഹം പറഞ്ഞത് 5 കിലോഗ്രാം സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്നതാണ്. അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ടോ? അപ്പോ ഇപ്പോൾ വിജിലൻസ് കൊടുത്തിട്ടുള്ള ഈ കണക്കിൽ പോലും ഇവരുടെ തന്നെ, അതായത് ദേവസ്വത്തിന്റെ തന്നെ മഹസറിൽ നിന്നുള്ള കണക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളാണ് എന്ന് പറഞ്ഞാൽ സ്വർണം ഇനിയും കളവ് പോയിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ടുള്ള കള്ളന്മാർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പെട്ടിട്ടുള്ളത് ആലിബാബയും 41 കള്ളന്മാരിലെ ചെറിയ 39ാമത്തെയും 40ാമത്തെയും 41ാമത്തെയും കള്ളന്മാരാണ്. ആലിബാബ അടക്കമുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ ഈ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്? ആ ഹൈക്കോടതിയേക്കാൾ മേലിലാണോ CBI? അല്ല, ആ അന്വേഷണം നടക്കട്ടെ. ഏത്? അല്ല, ഹൈക്കോടതി അന്വേഷണം നടഞ്ഞ എങ്കിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ CPM അംഗീകരിക്കുന്നുണ്ടോ? ഹൈക്കോടതി ആദ്യം പറഞ്ഞ എന്താണ്? ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഈ വിഷയം കണ്ടെത്തിയത് ഹൈക്കോടതിയല്ലേ? ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഈ വിഷയം ഹൈക്കോടതിയിലെ ദേവസ്വം കമ്മീഷൻ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണല്ലോ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നാളിതുവരെ ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടലിൽ P. ശ്യാംരാജ്, താങ്കൾക്ക് സംശയമില്ലെങ്കിൽ പിന്നെ അതേ ദേവസ്വം ബെഞ്ച് നിയോഗിച്ച SIT-യിൽ നിങ്ങൾ സംശയിക്കുന്ന എന്തിനാണ്? ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. അത് ആദ്യം തന്നെ ഈ വിഷയം ഉണ്ടാവുന്നതിന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് തന്നെയാണല്ലോ. അതായത് സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു സംശയത്തിന്റെ പുറത്താണ് ഈ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ മൊത്തം പുറത്തു വന്നിട്ടുള്ളത്. അതിലൊന്നും ഞങ്ങൾ യാതൊരു സംശയമില്ല. നിലവിൽ നടക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഹൈക്കോടതി ഉത്തരവിന്മേൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ സർക്കാർ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൈക്കലാക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെ
സംശയിക്കുന്നത് എങ്ങനെയാണെന്നാണ് എന്റെ ചോദ്യം. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഹൈക്കോടതിക്കാണ്. SIT അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു, ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു. ആ ദേവസ്വം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ വീഴ്ച SIT ബാക്കി അന്വേഷിക്കും. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് SIT അല്ലേ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തല്ലോ പി ശ്യാംരാജ്. ആയിക്കോട്ടെ, SIT അറസ്റ്റ് ചെയ്യട്ടെ. അല്ല, SIT അറസ്റ്റ് ചെയ്ത് ആരെ അറസ്റ്റ് ചെയ്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെയാണ് അറസ്റ്റ് ചെയ്തത്? അതിലാണ് ഞാൻ ചോദിച്ചത്, ആരെയാണ് അറസ്റ്റ് ചെയ്തത്? ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോസ്റ്റ് അറസ്റ്റ്, ഞങ്ങൾ പറയുന്ന അയാൾ മാത്രമല്ല ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ആളുകൾ ഉണ്ടെന്നാണ്. ദേവസ്വം ബോർഡിന്റെ 8ഓളം പ്രതികൾ രണ്ടാമത്തെ FIR-ലുണ്ട്. ആദ്യത്തെ FIR-ൽ 9ഓളം പ്രതികളുണ്ട്. ഇവരെയൊക്കെ വരും ദിവസങ്ങൾ അറസ്റ്റ് ചെയ്യുമല്ലോ. അതിൽ എന്റെ സംശയം ഇതാണ്, നിങ്ങൾക്ക് എവിടെയാണ് ഈ സംശയം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ വലിയ രീതിയിലുള്ള സെക്രട്ടറിയിലുള്ള പ്രതിഷേധ മാർച്ച് ഞാൻ കണ്ടു. ആ പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ദേശം എന്താ? CBIക്ക് വിടണം എന്നാണ്. ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ, മേൽനോട്ടത്തിൽ അന്വേഷണം ഇവിടെ നടക്കുമ്പോൾ ഹൈക്കോടതിയും വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഏത് ഏജൻസിക്ക് രക്ഷിക്കാൻ കഴിയും? ഹൈക്കോടതി വിശ്വാസമില്ലാത്തൊന്നും അല്ല അരുൺകുമാർ. അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കുകയേ വേണ്ട. അതിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഈ ഒരു വിഷയം പുറത്ത് കൊണ്ടുപോകുന്നത് തന്നെ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലുള്ള അന്വേഷണത്തിൽ പോലും ഇവർ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, ചിലതല്ല വലിയ സംശയങ്ങളുണ്ട്. ശബരിമല അടക്കം ഇവിടെ പ്രശ്നം എന്തറിയോ? ശബരിമലയിൽ മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഇനി തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ പ്രശ്നം എന്താണ്? അവിടുത്തെ വലിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെറ്റിപ്പട്ടം പോലും ഉരുക്കിയെടുത്ത് മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കേരളത്തിലെ ഒട്ടനവധി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടക്കുമ്പോൾ, കൊള്ള നടക്കുമ്പോൾ, ആ കൊള്ളയ്ക്കെതിരെ, ആ കൊള്ളയുടെ സത്യാവസ്ഥകൾ അറിയണമെങ്കിൽ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരണം എന്നുള്ളതാണ്. ഇൻഡിപെൻഡന്റോ കേന്ദ്ര ഏജൻസിയോ തമാശ പറയാണോ ശ്യാംരാജ് എന്നുള്ളതാണ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുക. ഇൻഡിപെൻഡന്റോ CBIയോ? അത് ശരി, കേട്ടുകൊണ്ടിരിക്കുന്നല്ല നിങ്ങൾക്ക് അരുൺകുമാർ, നിങ്ങൾ ഇതിപ്പോ അരുൺകുമാർ എന്ന് പറയുമ്പോൾ എനിക്ക് സംശയം CPN പറയുന്നത് നിങ്ങളാണോ അതേ ആദ്യം സംസാരിച്ച ആളാണെന്നാണ്. ഞാൻ ചോദിക്കുമ്പോൾ സംശയം സ്വാഭാവികമാണ്. നിങ്ങൾക്ക് കേരളത്തിലെ ഇവിടുത്തെ SIT നിങ്ങൾ കേരളത്തിലെ SIT നിങ്ങൾക്ക് എനിക്ക് ഹൈക്കോടതിയിലാണ് വിശ്വാസം. എനിക്ക് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പി ശ്യാംരാജ് ഞാൻ ആവർത്തിച്ച് അങ്ങയോട് ചോദിക്കുന്നത്. ആ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം SIT നടത്തുമ്പോൾ അതിൽ വിശ്വാസമില്ല എന്ന് പറയുകയും, പൊതുവേ നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് BJPക്കും, BJP ഭരിക്കുന്ന സമയത്ത് നാട്ടിൽ എല്ലാവർക്കും സംശയമുള്ള CBI കൊണ്ട് അന്വേഷിക്കണമെന്ന് പറയുന്നതിലെ വിരോധാഭാസം മാത്രമാണ് ഞാൻ ചോദിച്ചത്. വൈരുദ്ധ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ രണ്ടാമത്തെ റൗണ്ടിൽ അങ്ങയിലേക്ക് മടങ്ങി വരാം. മഹേഷ് പണിക്കർ മുഖം ചേരുന്നു. Debate with Dr. Arun Kumar.